ഓക്കെ, ഇതാണ് അയച്ചു തന്ന ഡൗട്ട്. എൻ എയറോപ്ലെയിൻ ഈസ് ഫ്ലൈയിങ് ഹൊറിസോണ്ടലി വിത്ത് എ വെലോസിറ്റി 600 km/h ആൻഡ് ഹൈറ്റ് 1960 മീറ്റർ. When it is vertically above a point A on the ground, a bomb is released from it. The bomb strikes the ground at a point B. The distance AB is. ഇതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഹെലികോപ്റ്റർ എയറോപ്ലെയിൻ എന്തെങ്കിലും നമ്മളെ ഹെലികോപ്റ്ററാണ് വരച്ചത്. അപ്പോൾ ഒരു ഹെലികോപ്റ്റർ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹെലികോപ്റ്ററിൻ്റെ വെലോസിറ്റി 600 km/h എന്നാണ് പറഞ്ഞത്. ആ 600 km/h ഞാൻ എന്തിലേക്ക് മാറ്റിയിട്ടുണ്ട്? മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതാണ് ഇതാ നിങ്ങളിവിടെ കാണുന്നത് 600 × 5/18. അപ്പോൾ km/h മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റി. അപ്പോൾ അടുത്ത കാര്യം, ഇതിൻ്റെ ഹൈറ്റ് ഞാൻ മീറ്റർ തന്നെ വെച്ചു. കാരണം ഞാൻ എന്തിനാണ് എല്ലാം മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞ ചങ്ങായി നമുക്കറിയുന്നത് 9.8 m/s ആണ്. ഓക്കെ, ഇനി അതിനെയും നമ്മൾ km/hലേക്കൊക്കെ മാറ്റേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ എല്ലാ സാധനത്തിനെയും എന്തിലേക്ക് മാറ്റിയത്? മീറ്ററിലേക്ക് മാറ്റിയത്. അല്ലെങ്കിൽ എല്ലാത്തിനെയും എന്തിലേക്ക് മാറ്റാൻ നമുക്ക് കിലോമീറ്ററിൽ മാറ്റിയിട്ടും ചോദ്യം ചെയ്യാം കേട്ടോ. ഓക്കെ, ഇതാണ് നമുക്ക് തന്ന കാര്യങ്ങൾ. ഇതിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്, ഇതിൻ്റെ വെലോസിറ്റി തന്നിട്ടുണ്ട്, ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹൊറിസോണ്ടൽ പ്രൊജക്ഷനിൽ നമ്മൾ പഠിച്ച ഇക്വേഷൻ പ്രകാരം ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് u × √2h/g ആണ്. ഓക്കെ, അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മളുടെ u എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് നോക്കാം. u എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 600 × 5/18 ആണ്. തൽക്കാലം 5/18 അവിടെ തന്നെ ഇരിക്കട്ടെ. 600 × 5/18. ഓക്കെ, u. ഇനി √2 h നമുക്ക് തന്നിട്ടുണ്ട് 1960 / g നമുക്ക് തന്നിട്ടുണ്ട് 9.8. ഇത് ചെയ്താൽ ഇതിൻ്റെ ആൻസറായി. ഇതിൻ്റെ ആൻസർ മീറ്ററിലായിരിക്കും. നമ്മളെല്ലാം മീറ്ററിലാണല്ലോ ചെയ്യുന്നത്. ഓക്കെ, ഇനി ശ്രദ്ധിച്ച് നോക്കിയേ. 9.8ൻ്റെ ഡബിളാണ് 19.6. അങ്ങനെയാണെങ്കിൽ 9.8ൻ്റെ ഡബിളാണ് 19.6 എങ്കിൽ നമുക്ക് 9.8ഉം 1960ഉം തമ്മിൽ വെട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ബാക്കി വരിക 200 ആയിരിക്കും. ഓക്കെ, കാരണം 9.8ൻ്റെ ഡബിളാണ് 19.6. അപ്പോൾ 1960 എന്ന് പറയുന്നത് 9.8 × എത്ര വരും? 200 വരും. സോ ഓക്കെ, 200 വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനിൽ 200 × 2 നമുക്കിതെന്താവും? 400 ആവും. 400 ആയിട്ട് 400ൻ്റെ റൂട്ട് എത്രയാണ്? 20 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഇങ്ങനെയായി 600 × 20 × 5/18. ആ 20നെ ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് 600 × 5 എത്രയാണ് നോക്കി. 600 × 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3000 മീറ്റർ ആണ്. അപ്പോൾ 20/18 ഇതാണ് നമ്മളുടെ ആൻസർ. 3000 × 20/18. ഓക്കെ, ഇനി നമ്മളൊരു കാര്യം പറയാം. നമ്മൾ ഓപ്ഷനിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് എളുപ്പത്തിൽ ചെയ്യാം. അതായത് ഈ 20/18 നമ്മൾ ചെയ്യുന്നൊന്നുമില്ല. നമ്മൾ 2018 അങ്ങോട്ട് വെട്ടിക്കളഞ്ഞു. 2018 വെട്ടിക്കളയാനൊന്നും പാടില്ല. പക്ഷേ ഏകദേശം അടുത്തായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വെട്ടിക്കളഞ്ഞു. എന്നിട്ട് ഞാൻ പറയുകയാണ് ഇതിൻ്റെ ആൻസർ 3000 മീറ്ററിനേക്കാളും കുറച്ച് കൂടുതലായിരിക്കും അല്ലേ? കാരണം നമ്മൾ 2018 വെട്ടിക്കളഞ്ഞെന്ന് നമ്മൾ ചെയ്ത് ശരിയായ പരിപാടിയല്ല. ശരിക്കും 18 ആണ് വെട്ടാൻ പാടുള്ളൂ. പക്ഷേ ഇത് കുറച്ച് വലിയ നമ്പറാണ് ന്യൂമറേറ്ററിലുള്ള ഞാൻ വെട്ടിക്കളഞ്ഞത്. അപ്പോൾ ന്യൂമറേറ്ററിൽ കുറച്ചുകൂടി ഇത് വലുതാവും. അപ്പോൾ ഇതിൻ്റെ ആൻസർ 3000 മീറ്ററിനേക്കാളും കുറച്ച് വലുതാണ്, അല്ലെങ്കിൽ 3 കിലോമീറ്ററിനേക്കാൾ കുറച്ച് വലുതാണ്. ഇനി നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 20/18 ഒക്കെ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യാം. പക്ഷേ ഞാൻ പറയും ഇത്ര ചെയ്താലും മതി. കാരണം 3 കിലോമീറ്ററിനേക്കാൾ കുറച്ച് വലുതാണ്. അപ്പോൾ നമ്മളുടെ ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ 1200 മീറ്റർ, 0.33 കിലോമീറ്റർ, 333 കിലോമീറ്റർ, 33 കിലോമീറ്റർ, ഇതൊക്കെയാണ് ഓപ്ഷനുള്ളത്. 3 കിലോമീറ്ററിനേക്കാൾ കുറച്ച് വലിയ ഓപ്ഷൻ ഒരൊറ്റ ഒന്നേ ഉള്ളൂ, 3.33 കിലോമീറ്റർ. അത്രയേ ഉള്ളൂ പറയാൻ. അപ്പോൾ അതിൻ്റെ ആൻസർ 3.33 കിലോമീറ്റർ, ഓർ ഇറ്റ് വിൽ ബി എ ലിറ്റിൽ ഗ്രേറ്റർ ദാൻ 3 കിലോമീറ്റർ. Okay.